ഒരു പെർഫ്യൂം കട നടത്തുന്ന രമാകാന്ത് വളരെ പിശുക്കനായ ഒരു വ്യക്തിയായിരുന്നു. ഒരു ദിവസം അവന്റെ ഭാര്യയുടെ നിർബന്ധപ്രകാരം ഒരു കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കാനായി 5000 രൂപ വിലയുള്ള ഒരു ടോസ്റ്റർ അവൻ വാങ്ങി. എന്നാൽ കല്യാണ വീട്ടിൽ പോയി അതൊക്കെ ഗിഫ്റ്റ് ചെയ്തതിന്റെ പിറ്റേ ദിവസമാണ് പെണ്ണൊളിച്ചോടിയത് കാരണം ആ കല്യാണം മുടങ്ങിയതെന്ന് അവൻ അറിഞ്ഞത്. അതോടെ അവന്റെ ചിന്ത മുഴുവൻ താൻ ഗിഫ്റ്റ് ചെയ്ത 5000 രൂപയുടെ ആ ടോസ്റ്ററിലേക്കായി. ഭാര്യ അറിയാതെ കല്യാണം മുടങ്ങിയ ആ വീട്ടിൽ ചെന്ന് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ തിരിച്ചു കൊടുക്കുന്നുണ്ടോ എന്നവൻ ഒളിച്ചോടിയ കല്യാണ പെണ്ണിന്റെ അച്ഛനോട് ചോദിച്ചതും കല്യാണം മുടങ്ങിയ വിഷമത്തിൽ അതൊക്കെ താൻ ഒരു ഓർഫനേജിൽ ഡൊണേറ്റ് ചെയ്തെന്ന് അയാൾ പറഞ്ഞു. അത് കേട്ട ഉടനെ രമാകാന്ത് നേരെ ആ ഓർഫനേജിൽ ചെന്നതും അവിടുത്തെ നടത്തിപ്പുകാരി തന്റെ ടോസ്റ്ററിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് അടിച്ചു കയറ്റുന്ന കാഴ്ചയാണ് അവൻ കണ്ടത്. 5000 രൂപ കൊടുത്ത് താൻ വാങ്ങിയ ടോസ്റ്ററാണതെന്നും അത് തനിക്ക് തിരിച്ചു തരണമെന്നും അവൻ ആ സ്ത്രീയോട് പറഞ്ഞെങ്കിലും ഇതൊക്കെ ഞങ്ങൾക്ക് ദാനം കിട്ടിയതാണെന്നും നീ പോയി പുതിയത് വാങ്ങിക്കോ എന്നും പറഞ്ഞ് അവരവനെ ഗെറ്റ് ഔട്ട് അടിച്ചു. പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാൻ മനസ്സിലാഞ്ഞ രമാകാന്ത് അന്ന് രാത്രി ഓർഫനേജിൽ കയറി ആ ടോസ്റ്റർ മോഷ്ടിച്ച് അതുമായി തന്റെ ഫ്ലാറ്റിലേക്ക് എത്തി. തൽക്കാലം ഭാര്യയുടെ കണ്ണിൽ പെടാതിരിക്കാൻ അവൻ ആ ടോസ്റ്റർ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഒരു ആന്റിയുടെ ഫ്ലാറ്റിൽ വെച്ചു. എന്നാൽ അത് തന്റെ വീട്ടിലുള്ള പഴയ ടോസ്റ്റർ ആണെന്ന് കരുതി ആ ആന്റിയുടെ മകനായ ഗ്ലെൻ ഒരു വലിയ പൊളിറ്റീഷ്യന്റെ തുണ്ട് വീഡിയോ അടങ്ങിയ ഒരു മെമ്മറി കാർഡ് അതിനുള്ളിൽ സുരക്ഷിതമായി വെച്ചു. ആ മെമ്മറി കാർഡിലെ വീഡിയോ ഉപയോഗിച്ച് പൊളിറ്റീഷ്യനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിയെടുക്കാനായിരുന്നു അവന്റെ പ്ലാൻ. എന്നാൽ പിറ്റേ ദിവസം ഹാർട്ട് അറ്റാക്ക് വന്ന അവന്റെ അമ്മ മരിച്ചതും രമാകാന്ത് ആ വീട്ടിലെത്തി ആ ടോസ്റ്ററും എടുത്ത് പോകാൻ ശ്രമിച്ചു. എന്നാൽ അതിൽ മെമ്മറി കാർഡ് ഉള്ളത് കാരണം ഗ്ലെൻ അത് തടയുകയും ഇത് തന്റെ വീട്ടിലെ ടോസ്റ്റർ ആണെന്ന് പറഞ്ഞ് രമാകാന്തിന്റെ കയ്യിൽ നിന്നും പിടിച്ചു കയറ്റുകയും ചെയ്തു. അന്നു രാത്രി പർദ്ദയൊക്കെ ധരിച്ച് രമാകാന്ത് വീണ്ടും ആ വീട്ടിൽ കയറി ടോസ്റ്റർ എടുക്കാൻ ശ്രമിച്ചെങ്കിലും സ്റ്റെഫൊക്കെ അടിച്ച് കിണ്ടിയായി നിൽക്കുന്ന ഗ്ലെന്നുമായി നടന്ന പിടിവലിയിൽ അബദ്ധത്തിൽ ഗ്ലെൻ താഴെ വീണ് മരണപ്പെട്ടു. അതൊരു ആക്സിഡന്റൽ ഡെത്തായി എല്ലാവരും കരുതിയെങ്കിലും ആ പിടിവലിയുടെ വീഡിയോ എടുത്തിരുന്ന തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലെ മാലിനി എന്ന് പറഞ്ഞ മറ്റൊരു ആന്റി ആ വീഡിയോ വെച്ച് രമാകാന്തിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. തന്റെ വീഡിയോ പുറത്തു വരാതിരിക്കാൻ ഒരടിമയെ പോലെ രമാകാന്ത് അവരുടെ സെക്ഷൽ ഫാന്റസികൾക്ക് നിന്നുകൊടുക്കുകയും ആ ടോസ്റ്റർ മാലിനിയുടെ റൂമിൽ വയ്ക്കുകയും ചെയ്തു. രമാകാന്തിന്റെയും ഗ്ലെന്നിന്റെയും പിടിവലി വീഡിയോ ഒരു മെമ്മറി കാർഡിലാക്കി മാലിനി ആ ടോസ്റ്ററിന്റെ മറ്റൊരു സൈഡിൽ ഒളിപ്പിച്ചു വെച്ചു. അവസാനം ആ രാഷ്ട്രീയക്കാരന്റെ തുണ്ട് വീഡിയോ ഒളിപ്പിച്ച ടോസ്റ്റർ അന്വേഷിച്ച് ഒരു പോലീസുകാരനും മാലിനിക്ക് വേണ്ടി തന്റെ ഭർത്താവായ രമാകാന്ത് ചെയ്യുന്ന അടിമപ്പണി അറിഞ്ഞ് അവനെ രക്ഷിക്കാനായി അവന്റെ ഭാര്യയും രംഗത്തെത്തി. ആ പോലീസുകാരനെ മാലിനി തീർത്തെങ്കിലും രമാകാന്തും ഭാര്യയുമായി നടന്ന അടിപിടിയിൽ ഓടി വന്നൊരു പഞ്ച് ചെയ്യാൻ ശ്രമിച്ച മാലിനി മുകളിൽ നിന്നും താഴേക്ക് വീണ് സ്വയം മരണപ്പെട്ടു.